I'm so beautiful. I'm so beautiful. I'm so beautiful. Hello guys, welcome to J-Snaps. അപ്പോൾ ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളൊരു ബാഗ് നിറച്ചൊരു സാധനം എടുത്തിട്ട് പോവുകയാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് താഴെയാണുള്ളത്. അപ്പോൾ അതെന്താണെന്നൊന്ന് പോയി കണ്ടിട്ട് വരും. എങ്ങോട്ടാണ് കുപ്പിയൊക്കെ ആയിട്ട്? നമ്മൾ കഴിഞ്ഞ ഒരു മാസം കുടിച്ച ബിയറും സോഡയും കൊക്കോകോള എല്ലാം ഉണ്ട്. അപ്പൊ ഇതിനെല്ലാം എടുത്തിട്ട് നമ്മൾ റീസൈക്കിൾ ചെയ്യാൻ പോകണം. ഇതിനെ കൊടുത്ത് ഒരു ബില്ല് മേടിച്ച് അത് വെച്ച് നമ്മൾ സാധനം മേടിക്കും. Our hearts beat to the city streets. We began to feel the fire. We rise like ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. ഇവിടെ വന്നു Specialization Justin Tichaco. Yes, 2.37. Yes. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ പിന്നെ വന്നു. അതായത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഷോപ്പിങ്ങിന് പോവാണ്. ഇത് ഞങ്ങളുടെ മന്ത്ലി ഷോപ്പിംഗ് ആണ്. നമ്മൾ നോർമലി ചെയ്യാറുള്ള എന്താണെന്ന് വെച്ചാൽ സാലറി ഒക്കെ വന്നു കഴിഞ്ഞിട്ട് മന്തിൽ ഫസ്റ്റ് വീക്കിൽ നമ്മൾ ഷോപ്പിങ്ങിന് പോകും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓണം സെലിബ്രേഷന് പോയതുകൊണ്ട് സമയം കിട്ടിയില്ല. അപ്പോൾ ഈ ആഴ്ച ഞങ്ങൾ വലിയ ബാഗൊക്കെ എടുത്ത് ബൾക്കായിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ എണ്ണ, ക്ലീനിങ് ഐറ്റംസ് അങ്ങനത്തെയൊക്കെ മേടിക്കാൻ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ട് വരാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 100-150 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ലോക്കൽ ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട്. അവിടെ പോയി ട്രെയിൻ കയറി കേസ് അങ്ങനെ നമ്മൾ സിഗ്നലൊക്കെ ക്രോസ് ചെയ്ത് നേരെ പോവുകയാണ്. ഇവിടെ ഫ്രീ ലെഫ്റ്റ് ബസ്സിനും കാറിനൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് അത് വരും. അതും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പോവാൻ. എന്തോ ഇങ്ങനെയാണ് കൈയൊക്കെ പിടിച്ച് കൊണ്ടുപോകും ഭാര്യയുടെ. കൈ പിടിച്ച് കൊണ്ടുപോകാം ഗൈസ്. ഗൈസ് കൈ പിടിച്ച് കൊണ്ടുപോവുകയാണ്. സ്നേഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെയാണെന്നാണ് ശില്പാജി പറയുന്നത്. എന്താ നോക്കുന്നേ? ഇതൊന്നും എന്താന്നേ അറിയില്ല. അപ്പൊ സിറ്റി ഫാസ്റ്റ് മോൾ 1 2 3 4 സോണ് മാത്രം ഉണ്ടാവുന്നത്. അപ്പൊ ഇത് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ 24 അവേഴ്സിന് 90 krona, 48 അവേഴ്സിന് 160 krona. ഓക്കെ, ഹില്ലറോഡ് പോകേണ്ട റൂട്ടാട്ടോ നമുക്ക് പോകേണ്ടത്. വീക്കെൻഡുകളിൽ ട്രെയിൻ 2 ട്രെയിനുകൾ തമ്മിലുള്ള ഗ്യാപ്പ് നല്ലവണ്ണം ഉണ്ട്. ഇതിപ്പോൾ 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. നമുക്ക് ബസ്സിന് പോയാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. ഒരു ട്രെയിൻ മിസ്സായിരുന്നു, അതുകൊണ്ടാണ് 15 മിനിറ്റ് ഗ്യാപ്പ് വന്നത്. അപ്പോൾ ട്രെയിന് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ പുറത്തോട്ട് കിടക്കണം. ഇത് കോപ്പൻഹേഗൻ മെയിൻ സ്റ്റേഷനാണ്, സെൻട്രൽ സ്റ്റേഷൻ. ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം മിക്ക എല്ലായിടത്തോട്ടും പോകാൻ വേണ്ടിയിട്ട്. ആക്ച്വലി കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ട്രാവൽ കാർഡ് എടുക്കണമെങ്കിൽ മെയിനായിട്ട് ഇവിടെയാണ് വരുന്നത്. യെസ്, ഈ പൊലിറ്റീന്ന് എഴുതി വെച്ചേക്കുന്നതാണ് കേട്ടോ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. ട്രെയിൻ ഇറങ്ങി നേരെ ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മുടെ കാബൂൾ മാർക്കറ്റ് എത്തി. നമ്മൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യും. പുറത്ത് തന്നെ കുറേ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ ഉണ്ട്. നല്ലതാണോ? പച്ചയല്ലേ? ഇതൊക്കെ പച്ചയാണ്. എടുക്കുന്നുണ്ടോ? വാങ്ങാം. എന്താ കൊയ്യാക്കയോ? നമ്മുടെ പേരൊക്കെ പാലക്കാടിൽ കൊയ്യാക്ക എന്നാണ് പറയുന്നത്. $1 കിലോ പേരയ്ക്കയ്ക്ക്
90 ക്രോണ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1100 രൂപ വരും. നമ്മൾ ഒരിക്കൽ കപ്പ എടുത്തിട്ട് അയ്യോ ഓർമ്മിപ്പിക്കല്ലേ, ലാസ്റ്റ് മന്ത് ഞങ്ങൾ വന്നിട്ട് കപ്പ എടുത്തിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഞങ്ങൾ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്ത് നോക്കിയത്. പക്ഷെ വളരെ മോശമായിരുന്നു. അത് മുറിച്ച് കഴിഞ്ഞപ്പോൾ കപ്പയാണോ ചേമ്പാണോ എന്നുള്ള പോലത്തെ അതുപോലും അറിയാൻ പറ്റാത്തൊരു ടേസ്റ്റ് ആയിരുന്നു അതിന്. അത് അങ്ങനെ കളഞ്ഞു. അത് നല്ല റേറ്റ്, ഒരു 65-70 ക്രോണ, ഒരു 800-900 രൂപ വരുന്നോളം ആ നാട്ടിൽ വരും ഏകദേശം. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. തേങ്ങ അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം തേങ്ങയും കപ്പയും നമ്മൾ ചതച്ചു, രണ്ടും ഫ്ലോപ്പായി. വെളുത്തുള്ളി ഉണ്ട്, ചീനിക്കിഴങ്ങുണ്ട്. നാട്ടിൽ ചീനിക്കിഴങ്ങ് എന്ന് പറയുന്നത് അവിടെ സ്വീറ്റ് പൊട്ടറ്റോ, ഞങ്ങളുടെ നാട്ടിൽ ചീനിക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ മധുരക്കിഴങ്ങ് അങ്ങനെയൊക്കെ പറയും. അപ്പം അതിൻ്റെ വേറൊരു ഐറ്റം ആണെന്ന് തോന്നുന്നു. കാച്ചിലുണ്ട്, കാച്ചിൽ. ഇതിനെന്താ പറയുന്നത്? ഞങ്ങളുടെ നാട്ടിൽ കാച്ചിൽ എന്നാ പറയുന്നത്. പാലക്കാടൊന്നും ഇല്ലാത്ത ഐറ്റമാണ്. വെണ്ടയ്ക്ക വേണോ? ഓക്കെ, നമുക്കിനി അകത്ത് പോയി നോക്കാം. പഴം ഉണ്ടല്ലോ, പക്ഷെ ചീഞ്ഞു പോയി. നാട്ടിൽ നിന്ന് പഴമുണ്ട്, പാവയ്ക്കുണ്ട്, പച്ചേത്തക്കയുണ്ട്, ഉള്ളിയുണ്ട്, ചീനിയുണ്ട്. ഇഷ്ടംപോലെ സാധനമുണ്ട് ഗൈസ്. എന്താ നോക്കുന്നത്? ചെറുതുണ്ടോ നോക്കാം. ഇവിടുത്തെ നോർമൽ ഷോപ്സിൽ അധികം കിട്ടത്തില്ല. ഇവിടെ ഇന്ത്യൻ ഷോപ്സിലൊക്കെ വരുമ്പോഴാണ് കിട്ടത്തുള്ളൂ. മിച്ചർ, കുർക്കുറ അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. പക്ഷേ നാട്ടിലേതാണ്ടോ 20 രൂപയുടെ ഐറ്റം ഇവിടെ 20 ക്രോണൊക്കെയാണ്. ഏകദേശം ഒരു 250 രൂപയ്ക്കൊക്കെയാണ് ഇവർ വെക്കുന്നത്. എന്തൊക്കെ എടുത്തു? ലിസ്റ്റ് ഇട്ടത് വേറെ എന്തൊക്കെയാണ്, പക്ഷെ എടുത്തത് ഇപ്പൊ അരിപ്പൊടി മാത്രമേ നമ്മുടെ ലിസ്റ്റിലുള്ളൂ. നമുക്ക് ബേസിക്കലി ഇവിടെ എടുത്തിട്ട് ബാക്കി അടുത്ത കടയിൽ നിന്ന് എടുക്കാം. ഇവിടെ അടുത്തടുത്ത് ഷോപ്സ് ഉണ്ട് ചേർന്ന്. ഓരോ കടയിലും റേറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് എടുക്കുന്നത്. ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇപ്പോൾ ആദ്യം കയറിയ കടയിനേക്കാളും റേറ്റ് കുറവ് രണ്ടാമത്തെ കടയിൽ തോന്നിയിരുന്നു ചില ഐറ്റംസിന് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കി അവിടെ അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്താ എന്തിനാ പണങ്ങി? ഓണം പ്രമാണിച്ച് പാനിപൂരി കണ്ടിട്ടാ ഞാൻ നോക്കിയേ. പക്ഷെ ഇത് കണ്ടോ, മലയാളത്തില് ദോശപ്പൊടി, ഈസി പാലപ്പം മിക്സ്, ബ്രാഹ്മൺസിന്റെ അപ്പം മെടിയപ്പം പൊടി. കൊള്ളാലോ, എന്തൊരു സന്തോഷം, എന്തൊരു സന്തോഷം, എന്തൊരു ആനന്ദം. നമുക്ക് നേരിട്ട് ഒന്നെടുത്ത് നോക്കിയാലോ, ട്രയൽ. എന്റെ ചൈൽഡ്ഹുഡിനെ മനോഹരമാക്കിയ കച്ച മാംഗോ ബൈറ്റ് ബിസ്ക്കറ്റ്. നമ്മൾ കുറേ കാലം പുറകോട്ട് വന്ന പോലെ ഉണ്ടല്ലോ ഗൈസ്. അപ്പം ഞങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലെ ഷോപ്പിംഗ് കഴിഞ്ഞു. നമ്മൾ ആദ്യത്തെ കടയിൽ കയറി കുറച്ച് ഐറ്റംസ് എടുത്തു. രണ്ടാമത്തെ കടയിൽ കയറിയിലും ഇപ്പോൾ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നേരെ രമ 1000 അല്ലെങ്കിൽ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയി ബാക്കി ഷോപ്പിംഗ് അവിടെ നിന്ന്. സോ ബൈ, അവിടെ കാണാം. ഇന്ത്യൻ മാർക്കറ്റിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ട്രെയിൻ കയറി ഇവിടുത്തെ വാൽബു പോകും. വാൽബു എന്ന് പറഞ്ഞ പ്ലേസിൽ പോയിട്ട് അവർ രമ 1000 അവിടെ സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പിംഗ് പോകും. ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ച സാധനം മൊത്തം എൻ്റെ ബാഗിലാക്കി. വെയിറ്റ് കൂടുതലുള്ള ബാഗ് എനിക്ക് തന്നിട്ട് ആ കുപ്പിയും ടിന്നും ഉള്ള ബാഗ് മാത്രം വെയിറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അതും തൂക്കി നടക്കുകയാണ്. വലിയ ബാഗ് കണ്ട ഒരു ബാണ്ടക്കെട്ട് പോണ പോലെ.
ഇതൊരു സൂപ്പർ മാർക്കറ്റാണ്, പക്ഷെ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ട് ഞാനിവിടെ നിന്നും മേടിക്കാറില്ല. പണ്ടും ഇപ്പോഴും ഞങ്ങൾ മേടിക്കാറില്ല. സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ എത്തിയിരിക്കുന്നു. ഇതാണ് ഗൈസ് നമ്മൾ നോക്കുന്ന രമ 1000, ഞങ്ങളുടെ മെയിൻ വേട്ടമൃഗം എന്ന് പറയുന്നത് അല്ലെ, ഞങ്ങളുടെ മെയിൻ സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഐറ്റംസ് ഒക്കെ മിക്കപ്പോഴും മേടിക്കാറുള്ളത്. പക്ഷേ നമുക്ക് അപ്പുറത്ത് ലിഡിൽ ഒരു ചോക്കോസ് മാത്രം മേടിക്കണം. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. ലിഡിൽ നമ്മളിവിടെ എന്തെടുക്കാനാ വന്നേ? നമ്മൾ ചോക്കോസ് എടുക്കാനാ വന്നേ. പക്ഷെ ഞാനിങ്ങനെ എപ്പോഴും മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ എല്ലാവരും നമ്മൾ ഇവിടുന്ന് പൊട്ടറ്റോ വാങ്ങി. പൊട്ടറ്റോ ഇവിടെ വില നോക്കിയപ്പോൾ 2 കിലോന് 20 ഉണ്ട്, 1 കിലോന് 12 ഉണ്ട്, പിന്നെ ഒരു 1.5 കിലോന് 20 ഉണ്ട്. ഓരോ ബ്രാൻഡിൻ്റെ വ്യത്യാസമാണ്. ഇതുണ്ട്, ഇതൊരെണ്ണം എന്തൊന്നുമില്ല, അതൊരെണ്ണം വേറൊന്നുമില്ല. നമ്മൾ നോക്കി അവസാനം ഇത് കണ്ടോ 9 ക്രോണ, ഇതിന് 9 ക്രോണ. അതും നല്ല വൃത്തിയുള്ള ഉരുളക്കിഴങ്ങ്. അപ്പം നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് ഇങ്ങനെ വിലക്കുറവുകൾ നോക്കിയെടുക്കണം. ഇങ്ങോട്ട് പോയി സ്വന്തം ശില്പയുടെ സ്വന്തം ബ്രാൻഡാണ്, കാൾസ്ബർഗിൻ്റെ ബ്രാൻഡാണ്. ഇതാണ് എനിക്ക് വീക്ക്ലി കോട്ട അല്ലെങ്കിൽ മന്ത്ലി കോട്ടയിൽ കിട്ടുന്നത്. അതിൻ്റെ വേറൊരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. ഇത് കുടിച്ചു തീർത്തിട്ട് ഞാൻ വീട്ടിൽ ഇതിനകത്ത് മറ്റേ ഉണക്കപ്പൂവല്ല, പൂവൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് വീക്ക്ലി കോട്ടയിൽ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലത്തെ 2 കേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പയ്യെ ഓരോന്ന്. ഓക്കെ, ഇതാണ് ഇവിടുത്തെ റീസൈക്കിൾ ചെയ്യുന്ന മെഷീൻ. അപ്പം നമ്മൾ കൊണ്ടുവന്ന കുപ്പിയൊക്കെ ഇതിനകത്ത് ഇട്ടാൽ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ഒരു റെസിപ്റ്റ് കിട്ടും. അത് വെച്ച് നമുക്ക് ഇവിടുന്ന് ഐറ്റംസ് മേടിക്കാൻ പറ്റും. ജിന്തി മത്തായി അടിക്കുന്ന കുപ്പി നമ്പർ 26. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റെസിപ്റ്റ് കൊടുത്തിട്ട് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് സാധനം മേടിക്കാൻ പറ്റും. ശില്പയുടെ മെയിൻ ആയിട്ടുള്ള ഷോപ്പിംഗ് ഏരിയ ആണിത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോ ഐറ്റംസ് എടുത്ത് തുടങ്ങാൻ നോക്കും, ഒരറ്റത്തും തുടങ്ങും. ഇതെന്താണ്? ഇത് നമ്മുടെ നാട്ടിലുള്ള ചപ്പാത്തി പോലെയാണ്, പക്ഷെ നല്ല ബട്ടറൊക്കെ തേച്ചിട്ട ബട്ടർ നാണ് പോലെ. ഓക്കെ, അപ്പം നമ്മൾ എടുക്കുന്ന ആദ്യത്തെ ഐറ്റം അതായിരിക്കും. ഓക്കെ, ശില്പയുടെ അടുത്ത മെയിൻ ഐറ്റമാണ് അതെ. ഇവിടെ വന്നിട്ട് ദഹന പ്രക്രിയ കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഒരു പഴം കഴിക്കുന്ന പതിവാണ്. ഓക്കെ, മതി, അല്ലെങ്കിൽ കേടാവാൻ ചാൻസ് ഉണ്ട്. ചെറുപ്പത്തിൽ കാരണന്മാർ പറയാറുണ്ട് ആപ്പിൾ കഴിക്കൂ ഡോക്ടറെ അകറ്റൂ എന്നുള്ള പോലെ. അത് ഞങ്ങൾ ഫോളോ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ ഡെയിലി ഒരു ആപ്പിൾ വെച്ച് കഴിക്കാറുണ്ട് രണ്ടുപേരും. സോ വലിയ ആപ്പിൾ എടുത്ത് ട്രൈ ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം അതെടുത്തിട്ട് മധുരം കൂടുതലുണ്ടായിരുന്നു. ഇതെടുത്തു. ഉള്ളിച്ചട്നി, ഉള്ളിത്തോരൻ, ഉള്ളിക്കറി, ഉള്ളിത്തീയൽ. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമാണ് മുട്ട. മുട്ടയും പാലും കഴിക്കണമെന്നാണ് പറയുന്നത്, ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി. നമ്മുടെ ഹെൽത്ത് നമ്മൾ തന്നെ നോക്കണമല്ലോ. സോ 10 മുട്ടയുടെ ഒരു സെറ്റാണ് നമ്മൾ എടുക്കാറുള്ളത്. കാരണം ഇത് ശില്പയുടെ ഓഫീസിൻ്റെ നേരെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നെടുക്കാൻ പറ്റും. സോ അടുത്തത് പാലുണ്ട്, അതുപോലെ തന്നെ ബട്ടറും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ബട്ടറിൻ്റെ ഓർമ്മ, പാലും കൂടി എടുത്തു. യോഗട്ടില്ല, യോഗട്ട് മേടിച്ചത് തീർന്നിട്ടില്ല. പാല് പല രീതിയിലുള്ളതുണ്ട്. ബിക്കോസ് അതിനകത്ത് ഫാറ്റ് കണ്ടന്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ കണ്ടന്റ്, എന്താണ് ഫാറ്റിൻ്റെ കണ്ടന്റ് 1.5, 3.5 അങ്ങനെ പലതുണ്ട്. പക്ഷെ നമ്മൾ ഓരോന്നും ട്രൈ ചെയ്തിട്ടും ചിലതെടുക്കുമ്പോൾ നമ്മൾ പലതും ട്രൈ ചെയ്തിട്ട് ഇതാണ് ബെറ്റർ ആയിട്ട് തോന്നി. സോ നമ്മളതെടുക്കും. നമ്മൾ നോക്കുന്ന ഐറ്റം കിച്ചൺ ക്ലീനറാണ്. നമ്മുടെ കയ്യിലുള്ള ഐറ്റം ഓൾമോസ്റ്റ് തീരാറായി. ഏതാണ് ഇത്? ഫ്ലേവേഴ്സ് ഒരുപാടുണ്ട്. അപ്പം നമ്മളതിലൊരു ഫ്ലേവർ നോക്കിയിട്ട് എടുത്തു, യൂസ് ചെയ്ത് നോക്കിയിട്ട് എടുക്കാം. ഓക്കെ,
യൂറോപ്യൻ ക്ലോസറ്റുകളാണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ നമ്മൾ വാഷ്റൂമിൽ വെള്ളമില്ലല്ലോ, അപ്പം നമുക്ക് ടിഷ്യൂ വേണം. അപ്പോൾ നമ്മളിപ്പോൾ മേടിച്ചതിൻ്റെ 2 കൂടെ ബാക്കിയുണ്ട്. എന്നാലും നമ്മൾ മന്ത്ലി പർച്ചേസിങ് ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു സെറ്റും കൂടെ നമ്മൾ എടുക്കും. ഇത് കിച്ചൺ ടിഷ്യൂ ആണ്, നമ്മൾ കിച്ചണൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് അത് തന്നെ, ഒരു 2-3 ടൈംസ് മാക്സിമം യൂസിനുള്ള പോലെ. ഓക്കെ, ഇവിടെ വില കുറവുള്ള സാധനം ഗോതമ്പ് പൊടിയാണ്. 2 കിലോന് 12 ക്രോണേ ഉള്ളൂ. 2 കിലോ ഗോതമ്പ് പൊടി എന്നൊക്കെ പറഞ്ഞാൽ നിറയെ ചപ്പാത്തി ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കാൻ സാധാരണ എടുക്കാം. എടുത്തോ. ശില്പാജിയുടെ അടുത്ത മെയിൻ ഐറ്റമാണ് കോൺസ്, സ്വീറ്റ് കോൺ. ഇങ്ങനെ ബോളിൽ മേടിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ചാറ്റ് മസാലയൊക്കെ ഇട്ട് ബട്ടറൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഒന്ന് എടുക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, യെസ്. ഇതാണ് നമ്മുടെ അരിയുടെ സെക്ഷൻ. ഇതിൽ ഏറ്റവും താഴത്തെ ഈ പാരാബോയിൽഡ് റൈസാണ് നമ്മുടെ ചോറ് വയ്ക്കുന്ന അരി. അതിൻ്റെ മെത്തഡാക്കി നൽകാം. ഇതാണ് നമ്മുടെ ചോറ് വയ്ക്കുന്ന അരി. നമ്മൾ പല ടൈപ്പ് അരിയും ട്രൈ ചെയ്തു. 5 kg 10 kg ഒക്കെ നമ്മൾ നോക്കാതിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം നാട്ടിലെ ചോറ് പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇത് ഇവിടെ 1 കിലോ വെച്ചുള്ള പാക്കറ്റാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ നമ്മൾ അതാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇത് ഓഫീസിൻ്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മേടിക്കാൻ പറ്റും. സോ അതൊരു 3 എടുത്തു. ഒരു ഭാഗം കൂടെ എടുക്കേണ്ട വരുമോ? ഇവിടുത്തെ എനിക്കറിയില്ല, പട്ടയുടെ മണമൊക്കെ വരും. പക്ഷെ ഇത് അരച്ചാൽ നല്ല ഇഡ്ഡലിയാണ്. ഐ മീൻ ഇഡ്ഡലി ദോശ അടിപൊളിയായിട്ട് കിട്ടും. സോ ഞങ്ങൾ ഇത് 2 എടുക്കുന്നുണ്ട്. നമ്മുടെ ട്രൈ കളർ പാസ്ത ഇപ്പോഴേക്കും ഇങ്ങനത്തെ എന്തോ ഒരു ഉണ്ട്, നല്ല വൈറ്റ്, ഗ്രീന്, ഓറഞ്ച്. ഓഹോ, നമ്മുടെ ഫ്ലാഗിന്റെ കളറുണ്ട്, ഇന്ത്യയുടെ ഫ്ലാഗിന്റെ കളറുണ്ട്. നമുക്ക് ഇതൊന്നും എടുത്ത് നോക്കാം. വില കുറവാണ് ഇതിനിവിടെ. 10 ക്രോണയൊക്കെ ഉള്ളൂ. 1 കിലോ അരിയുടെ വിലയുള്ളൂ. കുഞ്ഞു പിള്ളേർ മിഠായി നോക്കി ചില്ലിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന പോലെയാണ് ശില്പ. ചോക്ലേറ്റോ ലേസോ ഐസ്ക്രീമോ ഒക്കെ ഉണ്ട് കഴിഞ്ഞാൽ. സമ്മർ കഴിഞ്ഞ് ഞാൻ എങ്ങനെ ഐസ്ക്രീം ചോദിക്കും? എടുത്തോ, കഴിച്ചോ. ശരിയാ. യെസ്, വീക്കിൽ ഒരു പാക്കറ്റൊക്കെ ആവാം. ഒരു പാക്കറ്റിൽ നമുക്ക് എത്ര ഉണ്ട്? 6 ഉണ്ടാവും. ഓക്കെ, ഞാൻ കഴിക്കാന്ന്. എടുത്ത് 3 കഴിക്കില്ല. ഇവിടെ പക്ഷഭേദമാണ്. 20, 40, 60 എന്നുള്ള രീതിയിലാണ്. അതായത് 4 ശില്പയ്ക്കും 2 എനിക്കും. നോർമലി നമ്മൾ കോർണറ്റാണ് ട്രൈ ചെയ്യാറുള്ളത്. ഇപ്രാവശ്യം ചോക്കോബാർ ട്രൈ ചെയ്യാം. ഇതെന്താണെന്ന് മനസ്സിലായി. ഇതാണ് ശില്പയുടെ മെയിൻ ഐറ്റം. ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് മേടിക്കേണ്ട ലിസ്റ്റ്, അടുത്ത ലിഡിൽ നിന്ന് മേടിക്കേണ്ട ലിസ്റ്റ്, രമ 1000 നിന്ന് മേടിക്കേണ്ട ലിസ്റ്റ്, അങ്ങനെ നോട്ട് പാഡിൽ ടുഡുവോ ഷോപ്പിംഗ് ലിസ്റ്റാണ്. ഓരോ ഐറ്റംസ് ഏതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് മേടിക്കേണ്ടതെന്നുള്ള ലിസ്റ്റ് എഴുതിക്കൊണ്ടാണ് വന്നേക്കുന്നത്. യെസ്, നമ്മളങ്ങനെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. ചിൻ 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 ചിൻ. ഡേറ്ററി ഐറ്റം ഒന്നുമില്ലേ? വേഫേഴ്സ് സാധാരണ എടുക്കാറുണ്ടല്ലോ. 10 വേഫേഴ്സിൻ്റെ ഐറ്റം അത് തന്നെ. പെട്ടി നിറഞ്ഞു. ഓക്കെ, എനിക്കിതെന്താണെന്നറിയില്ല. പക്ഷെ ഇവിടുത്തെ ഒരു ഡാനിഷ് സ്പെഷ്യൽ ഐറ്റമാണ്. നമ്മുടെ പാനിപൂരി പോലെയൊക്കെ ഇരിക്കുന്നുണ്ടോ. ഇതെന്തോ ഒരു ഓവനിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ട് അതിനകത്ത് ഫീലിങ്സ് ഒക്കെ വെച്ച് കഴിക്കുന്നത്. ഓക്കെ, എടുക്കുന്നുണ്ടോ? ട്രൈ ചെയ്യണോ? നോക്കാം. ഓർമ്മ ഗൂഗിളിൽ നിന്ന് നോക്കണം എങ്ങനെയുണ്ടോ. നമ്മളെല്ലാം യൂട്യൂബാണല്ലോ. നമ്മൾ സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് എല്ലാം യൂട്യൂബ് അമ്മച്ചി പറയുന്ന പോലെയാണ്. ഗൂഗിൾ അമ്മച്ചി പോലെ തന്നെ യൂട്യൂബ് ചേച്ചി. അത് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുക തന്നെ. യെസ്, ഏജ് 30 എടുക്കുന്നതുകൊണ്ട് നമ്മളൊരു അമ്മായി വൈബ് എന്നാണ് എല്ലാവരും പറയുന്നത്. തന്ത വൈബ്, തള്ള വൈബ്, അമ്മായി വൈബ്. ശില്പ അമ്മായി ആയിരിക്കുകയാണ് ഇന്നലെ ചേട്ടന് കുട്ടി ഉണ്ടായതുകൊണ്ട്.
വലിയ ക്യൂ. ഇതുവരെ ഇവിടെ വന്നിട്ട് ഇത്രയും വലിയ ക്യൂ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഒരു ചോക്ലേറ്റ് നിർബന്ധമാണല്ലോ. യെസ്. ഏതാണ് ഇന്ന്? ഏതാ പോലും? കിറ്റ്കാറ്റ്. എനിക്കില്ലേ? യെസ്. വെച്ചോ വെച്ചോ, കൊറേ ഉണ്ടല്ലോ. ഇതൊക്കെ കൂടെ എങ്ങനെ ചുമന്നുകൊണ്ട് പോകുന്ന എനിക്കറിയാത്ത. നോർമലി നമ്മൾ കാർഡാണ് പേ ചെയ്യുന്നത്, പക്ഷേ ഇവിടെ എന്തോ കാർഡിന് എന്തോ ഇഷ്യൂ ഉള്ളതുകൊണ്ട് മൊബൈൽ പേ ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നമ്മളിനി പാക്ക് ചെയ്യുന്ന ചടങ്ങാണ്. ഇതെല്ലാം കൂടെ ഈ ബാഗിനകത്തും ഇതേ ഒരു കവർ മേടിച്ചിട്ടുണ്ട്. ഈ കവറിനകത്തും എല്ലാം ആക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിതൊക്കെ പാക്ക് ചെയ്യാം. ഇതൊക്കെ ഭാര്യനകത്ത് അത് പുറത്ത് വെക്കി. അരിയൊക്കെ എടുത്തോ. ഭാഗ്യത്തിന് ഇവർ ഈ കൗണ്ടർ അടച്ചോ പോയി. അപ്പം നമുക്ക് മെല്ലെ പാക്ക് ചെയ്യാം കേട്ടോ. അതും ആയി, ഇതും ആയി. ഇനി അതാരെടുക്കും? ഇതാരെടുക്കും? ആ, ഇതാണ് സുഹൃത്തുക്കളെ ഞാൻ കണ്ട സ്വപ്നം. നടന്നു, ഒരു കുഴപ്പമില്ല, നടന്നു. അങ്ങനെ പറയരുത്. എന്നാ പിന്നെ ഞാൻ വീട് വരെ ക്യാമറ പിടിക്കുക. അതാവുമ്പോ പിന്നെ എനിക്ക് എടുക്കണ്ടല്ലോ. അതെ, ജിമ്മിൽ പോണ്ട. ജിമ്മിൽ കൊണ്ടേ കൊടുക്കുന്ന കാശ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട പോലെ ഇതേപോലെ ചുമക്കാൻ ആരെങ്കിലും വേണോന്ന് ചോദിച്ചിട്ട് നമുക്കിടാം. അയ്യേ, നടന്നേ. വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് വേണ്ടേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ. ഒരു കുഞ്ഞി ബാഗേ കൊടുത്തിട്ടുള്ളൂ. എന്റെ പുറത്ത് കിടക്കുന്ന ബാഗ് ഞാൻ കാണിച്ചു തരാൻ പറ്റില്ല. അതെ, ബാഗ് ഉണ്ട്. അതുപോലെ തന്നെ കയ്യിൽ നിറച്ച സാധനമുണ്ട് എന്നിട്ടാണ് പറയുന്നത്. അത് തന്നെ, ഞാൻ ചുമക്കുന്നുണ്ടല്ലോ ജീവിതകാലം മൊത്തം. അപ്പോൾ നമ്മൾ മന്ത്ലി പർച്ചേസിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞു. നമ്മൾ ആദ്യം ഇന്ത്യൻ മാർക്കറ്റിൽ പോയി അവിടുന്ന് അത്യാവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചു. പിന്നെ നമ്മൾ ലിഡിൽ പോയി, അതുപോലെ തന്നെ ഇപ്പോൾ രമ 1000 പോയി. കൈ നിറയെ സാധനമായി. ഇനി ഇതൊക്കെ അങ്ങോട്ട് അടുപ്പിലിട്ട് ചൂടാക്കി എടുത്താൽ മതി. ശില്പ ബേട്ടാ, നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലോട്ട്. നമ്മൾ ബസ് സ്റ്റോപ്പ് എത്തി. നമുക്കിവിടുന്ന് 18 ഉള്ള ബസ്സിനാണ് പോകേണ്ടത്. ബോർഡിൽ നോക്കിയറിയാം, ഇവിടുന്ന് 4A ഉണ്ട്, 18 ഉണ്ട്. 18 ബസ് 17 മിനിറ്റ് എടുക്കും ഇനി വരാൻ വേണ്ടിയിട്ട്. 4A ആണെങ്കിൽ 8 മിനിറ്റിനുള്ളിൽ വരും. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ദേ ശില്പ പോയിട്ട് ഇവിടെ ഇരിപ്പുറപ്പിച്ചു കഴിഞ്ഞു.